ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭുവനസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര പാർവതീയം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. വളരെ വിശിഷ്ടമായിരിക്കുന്ന ഒരു ഗജകേസരി യോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2026 ജനുവരി മാസം 23-ാം തീയതി വെള്ളിയാഴ്ച ചന്ദ്രൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന വളരെ ശക്തമായിരിക്കുന്ന ഭാഗ്യദായകമായിരിക്കുന്ന ഒരു മനോഹര യോഗമാണ് വന്നു ചേരാൻ പോകുന്ന ഗജകേസരി യോഗം. ചന്ദ്രൻ മീനം രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. പക്ഷേ അപ്പോൾ വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നുണ്ട്. വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുകയും ചന്ദ്രൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് വളരെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ വന്നു ചേരുന്ന ഗജകേസരി യോഗത്തിൽ ചില രാശിക്കാർക്ക് സംഭവിക്കുവാൻ പോകുന്നത് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക വർധനവ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വളർച്ച, കാർഷിക മേഖലയിലെ വളർച്ച, വ്യവഹാര മേഖലയിലെ വളർച്ച, അങ്ങനെ ധാരാളം ഓരോ മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പൂർണ്ണ വളർച്ച, അതായത് അധ്വാനത്തിൻ്റേതായിരിക്കുന്ന പൂർണ്ണ വളർച്ച സംജാതമാകുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഗ്രഹ യോജിപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നു. 2026 ജനുവരി മാസം 23-ാം തീയതി വെള്ളിയാഴ്ച ചന്ദ്രൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും അത്ഭുതകരമായിരിക്കുന്ന ഗുണങ്ങളെ നൽകുന്ന വ്യവസ്ഥിതിയാണ്. അപ്പോൾ ആ ഗജകേസരി യോഗത്തിലൂടെ ഭാഗ്യം സിദ്ധിക്കുന്ന രാശിക്കാരൊക്കെയാണെന്നാണ് നമുക്കൊന്ന് നോക്കേണ്ടുന്നത്. വ്യാഴൻ്റെ മിഥുനം രാശിയിലുള്ള നിൽപ്പും ചന്ദ്രൻ്റെ മീനം രാശിയിലേക്കുള്ള വരവും വളരെ ശുഭകരമായിരിക്കുന്ന ഒരു ദൃഷ്ടിയോഗമാണ് സൃഷ്ടിക്കുന്നത്. പ്രധാനമായും ഗുണ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്ന രാശിക്കാരൊക്കെയൊന്ന് നമുക്ക് നോക്കാം. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനക്കൂറാണ് ആദ്യത്തേത്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും സാധിക്കും. സാമ്പത്തികമായ വലിയ പുരോഗതി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ വ്യവസ്ഥിതിയും വളരെ വളരെ ഭദ്രമാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ശാന്തിയും സമാധാനവും അനുഭവപ്പെടും. 2026 ഈ ഒരു വർഷത്തിൽ അതിൻ്റെ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ ചേരുന്ന മിഥുനക്കൂറാണ് അടുത്തത്. തൊഴിൽ രംഗത്ത് വലിയ അവസരങ്ങൾ വന്നു ചേരും. മിഥുനക്കൂറുകാരായ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം
തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പ്രമോഷൻ സാധ്യതയുണ്ടാകാം. അതല്ല എങ്കിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തീർച്ചയായിട്ടും ഈ 2026 തൊഴിൽ സാധ്യമാകുന്ന വർഷമായി മാറും. ഗജകേസരി യോഗത്തിലൂടെ തീർച്ചയായും സംഭവിക്കുന്നതായതുകൊണ്ട് വളരെ നല്ല തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ആഗ്രഹിച്ച പോലെ തന്നെ തൊഴിൽ സാധ്യമാകാനുള്ള ഭാഗ്യമാണ് സിദ്ധിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ആ ഉത്തരവാദിത്വത്തിൽ വിജയിക്കുവാനും കഴിയുമെന്നുള്ളതാണ്. സാമൂഹികവും സാംസ്കാരികവും കലാപരവുമായിരിക്കുന്ന വ്യവസ്ഥിതികളുടെയൊക്കെ ഒരു നേതൃത്വ സ്വഭാവം ഏറ്റെടുക്കുവാൻ ഈ രാശിക്കാർക്ക് ഭാഗ്യമുണ്ടാകും. ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ല തരത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂറാണ് അടുത്തത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ തീരുമാനങ്ങൾ പൂർണ്ണമായും നടപടി ഉണ്ടാകുന്ന തരത്തിൽ എത്തിച്ചേരും. ദോഷപരമായിരിക്കുന്ന ജീവൽ വ്യവസ്ഥ കൊണ്ട് വിവാഹം താമസിക്കുന്ന കന്നിക്കൂറുകാർക്ക് തീർച്ചയായിട്ടും 2026 ഈ ഗ്രഹയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹം നടക്കുക തന്നെ ചെയ്യും. പ്രണയ സാഫല്യം വന്നു ചേരുന്ന ഒരു വർഷം കൂടിയിട്ടാണ് 2026. കന്നിക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് ആഹ്ലാദകരമായ ജീവിത പശ്ചാത്തലം ഒരുങ്ങുകയാണ് 2026 ഈ ഗജകേസരി യോഗത്തിലൂടെ. തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന ജീവിത സാധ്യത കൈവരുന്ന വർഷമാണ് 2026. 2026 ജനുവരി മാസം 23 മുതൽ അത് ആരംഭിക്കുകയാണ്. ഒരു വർഷക്കാലത്തോളം അതിൻ്റേതായിരിക്കുന്ന നന്മ തിന്മകൾ തീർച്ചയായിട്ടും നിങ്ങളിൽ പ്രതിഫലിക്കും. തിന്മ എന്ന് ഞാൻ പറഞ്ഞത് അതധികമില്ല, എന്തിനും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകണമല്ലോ. അത് പക്ഷേ നമ്മളെ ബാധിക്കാതെ കടന്നു പോകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പങ്കാളിത്ത ബിസിനസ്സിൽ വളരെയധികം ലാഭം കൊയ്യാൻ കന്നിക്കൂറുകാരായ നക്ഷത്രജാതർക്ക് കഴിയും എന്നുള്ളതും എടുത്തു പറയണം. എന്ന് പറഞ്ഞാൽ ബിസിനസ് കൂട്ടുചേർന്ന് നടത്തുന്ന ഏതൊരു ബിസിനസ്സാണെങ്കിലും ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിജയമായി വന്നു ചേരുക തന്നെ ചെയ്യും. തീർച്ചയായും അത് ജീവിതത്തിൻ്റെ ഏറെ നാളത്തേക്ക് ശുഭാനുഭവങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ നിലനിൽക്കുകയും ചെയ്യും. 2026 ആരംഭിക്കുന്ന ബിസിനസ്സുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ബ്രാഞ്ചുകൾ വികസിപ്പിക്കുവാൻ കഴിയും വണ്ണം വലുതായി മാറും എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുക്കൂറാണ് അടുത്തത്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭൂമി, വസ്തുവകകൾ, വാഹനം എന്നിവ വാങ്ങുവാനുള്ള ഒരു ഭാഗ്യമാണ് 2026 ഗജകേസരി യോഗത്തിലൂടെ വന്നു ചേരുന്നത്. വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥയിൽ ഉണർന്നു വരുന്ന ഗജകേസരി യോഗം ഈ നക്ഷത്രജാതർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് അഭിമാനകരമായിട്ടുള്ള മുന്നോട്ടുള്ള നീക്കമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മാതൃസൗഖ്യം, വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി തുടങ്ങിയവയും ഈ കൂറുകാരിൽ സംജാതമാകും. മാതൃസൗഖ്യം എന്ന് പറയുന്നത് മാതൃസ്ഥാനീയർക്ക് ഉണ്ടായിരുന്ന രോഗദുരിതങ്ങളൊക്കെ ഒഴിയുകയും വളരെ സന്തോഷത്തോടു കൂടി ജീവൽ പ്രക്രിയയിൽ വീണ്ടും ബന്ധപ്പെടാൻ തുടങ്ങുകയും ചെയ്യും. ആഹ്ലാദകരമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഈ കൂറിലെ നക്ഷത്ര ജാതരുടെ അമ്മമാർക്ക് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള വളർച്ച, തീർച്ചയായിട്ടും ഊർജ്ജസ്വലമായ തരത്തിൽ വിദ്യാഭ്യാസം ചെയ്യുവാനും ആ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങാനും വളരെ ഉന്നതമായ നിലവാരത്തിൽ എത്തിച്ചേരാനും കഴിയുന്ന തരത്തിലേക്ക് ഈ കൂറുകാർ എത്തിച്ചേരുമെന്നുള്ളത് എടുത്തെടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അപ്പം മാതൃസ്ഥാനീയർക്ക് സന്തോഷമുണ്ടാവുക, വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്ക് വിധി ഒരുങ്ങുക തുടങ്ങിയവയൊക്കെയാണ് 2026 ഗജകേസരി യോഗത്തിലൂടെ ഈ കൂറുകാരിൽ വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും ജോലി സാധ്യത്തിനായിട്ട് പഠിക്കുന്നവർക്കൊക്കെ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വളരെ നല്ല ഒരു വർഷമായിട്ട് 2026 ഈ നക്ഷത്രക്കാരിൽ നിലനിൽക്കുകയും ചെയ്യും.
2026 ജനുവരി 23 സംജാതമാകുന്ന ഗജകേസരി യോഗം വളരെ അഭൂതപൂർവമായിരിക്കുന്ന ധനയോഗത്തിന് സാധ്യത കാണുന്നു. ശരിയായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് ഗജകേസരി യോഗത്താൽ വന്നു ചേരും. എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറാനുള്ള ഭാഗ്യം ഈ യോഗത്തിലൂടെ വന്നു ചേരും. അതുപോലെ തന്നെ ഗജകേസരി യോഗത്തിൽ അനുഗ്രഹീതരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് സമൂഹത്തിൽ വലിയ യശസ്സ് ഉണ്ടാകും. ഗജകേസരി യോഗത്തിൻ്റെ അനുഗ്രഹം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. വ്യാഴത്തിൻ്റെ ദോഷം മാറാനും അനുഗ്രഹം ലഭിക്കുന്നതിനുമായിട്ട് വിഷ്ണു സഹസ്രനാമ ജപം അനിവാര്യമാണ്. വെള്ളിയാഴ്ചകളിൽ വിഷ്ണുദേവന് മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയോ മഞ്ഞ വസ്ത്രം ധരിക്കുകയോ ചെയ്യുന്നത് വ്യാഴപ്രീതിജനകമാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കോ വിദ്യാർത്ഥികൾക്കോ മധുര പലഹാരങ്ങളും പുസ്തകങ്ങളുമൊക്കെ ദാനം ചെയ്യുന്നത് ഈ ഗജകേസരി യോഗത്തിൻ്റെ അനുഭവം പൂർണ്ണമായി ലഭിക്കുന്നതിന് കാരണമാകും. ഓം ഗുരുവേ നമ എന്ന മന്ത്രം 108 തവണ ചെല്ലുക എന്നുള്ളത് വളരെ അനുഭവവേദ്യമായ തരത്തിൽ ഭാഗ്യം വന്നു ചേരുന്നതിന് കാരണമാകും. അപ്പോൾ തീർച്ചയായും 2026 ജനുവരി 23 പ്രത്യക്ഷമാകുന്ന ഗജകേസരി യോഗത്തിൽ ഈ പറഞ്ഞ കൂറുകാർക്കും കൂറിൽ ബന്ധപ്പെട്ട നക്ഷത്രജാതർക്കും എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.